എവിടെയാ വന്നിരിക്കുന്നത്? നമ്മളിപ്പോ കോട്ടപ്പാറയിലാണ്. കോട്ടപ്പാറ. അതായത് ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറച്ച് പേരാണ്. പക്ഷെ താമസിച്ചുപോയി. ഇവന്റെ പുളി കാരണമാണ് താമസിച്ചെന്നുള്ളത് വേറെ കാര്യം. ഓക്കെ, അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഇത് പിള്ളേർ പറഞ്ഞത് ഇവിടെ ഫുള്ള് മഞ്ഞ് വരും, ഭയങ്കര രസമാണ് കാണാന്നുള്ളതാണ്. പക്ഷെ എന്നാലും നല്ല രസമുണ്ട്. എനിക്കിത് ഫസ്റ്റ് ടൈം ആയിട്ട് പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. ഇത് നമ്മുടെ വണ്ണപ്പുറം പോകുന്ന വഴിക്കാണിത്. മുള്ളിരിങ്ങാട് പോകുന്ന വഴിക്ക്, മുള്ളിരിങ്ങാട് പോകുന്ന വഴിക്ക്. പിന്നെ ഹണിമൂൺ പോയിന്റ് ഒക്കെ ആയിട്ട് അല്ലടാ, വ്യൂ പോയിന്റ്, ഹണിമൂൺ പോയിന്റ്, അതുപോലെ മറ്റേ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല പറ്റിയ സ്ഥലമാണ്. പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇന്ന് അപ്പം ഇവിടുത്തെ അടിപൊളി വിഷ്വൽസ് ഒക്കെ കാണാം. ക്യാമറാമാൻ ഗൗരിയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എന്താണെന്ന് ഗൗരിയുടെ കലയാണ് ഇനി കാണാൻ പോണത് നിങ്ങൾ. ഓക്കെ, ഇതുകൊണ്ട് ഇവിടെ ക്യാമ്പിനൊക്കെ സൗകര്യമുണ്ട്, ടെൻ്റൊക്കെ കിട്ടുന്നുണ്ട്. നോക്കൂ, ടെൻ്റ് കെട്ടി താമസിക്കുന്നവരുണ്ട്. നല്ല ഒരു ഭയങ്കര രസമായിരിക്കും അല്ലേ. ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. പക്ഷെ നമ്മൾ ഡ്രോൺ ഇല്ലെങ്കിൽ നമ്മൾ അടിപൊളി വിഷ്വൽസ് വരുന്നതായിരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു സെറ്റപ്പ്. പിന്നെ ഇവിടെ നമ്മുടെ കേരള വന്യജീവി വകുപ്പിൻ്റെ ഷെഡൊക്കെ കാണാം. ക്യാമ്പ് ഷെഡാണ് കേട്ടോ. ചെറിയൊരു പരിപാടിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. കാടും മലയും ഒക്കെ താണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ ഇപ്പോൾ ഈ ഒരു പീക്ക് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്, മറ്റൊരു ഭാഗത്ത്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. നമ്മൾ അത്രയും പോകുന്നില്ല, കാരണം ഇവിടെ വരുന്നവർ പ്രത്യേകം പിള്ളേരൊക്കെ അങ്ങനെ ഒത്തിരി പ്രായം കുറഞ്ഞ പിള്ളേരൊന്നും വിടരുത്. പിന്നെ വരുമ്പം ഇച്ചിരി മെച്യൂറായിട്ടുള്ള പിള്ളേരെയൊക്കെ വിട്ടണം കേട്ടോ, കാരണം എന്തും സംഭവിക്കാം. ഇങ്ങനെ വീഴാനും ഒക്കെ സാധ്യതയുള്ള സ്ഥലമാണ്. പിന്നെ ഏറ്റവും വലിയ വിഷയം എന്ന് ഈ ആൾക്കാർക്ക് പ്ലാസ്റ്റിക് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇവിടെ കൊണ്ടിടുവാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ഭക്ഷണമൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അത് ഈ പ്ലാസ്റ്റിക് ആണെങ്കിൽ ബാഗിലിട്ടുകൊണ്ട് പോകുക. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പിന്നെ പിള്ളേർ ഭയങ്കര പൊളിയാണ്, നമ്മുടെ കൂടെ വൈബിലാണ് ഞങ്ങൾ. ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അവന്മാര് നമ്മള് എന്നിട്ട് ട്രോള് ആണോന്ന് എനിക്കും അറിയത്തില്ല, എന്നാൽ അവന്മാര് എന്നെ ട്രോള് ആണോന്ന് അവന്മാർക്കും അറിയത്തില്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ നമുക്ക് പറ്റിയ കമ്പനിയാണ്, വൈബിലാണ് ഞങ്ങൾ നടക്കുന്നത്. ഇവിടെ ഷൂട്ട് ചെയ്യാൻ മറ്റേ പിന്നെ നമ്മുടെ ഇതിലൂടെ മാരേജ് ഷൂട്ടൊക്കെ ചെയ്യാൻ നല്ല ഈസി ആയിട്ടുള്ള സ്ഥലമല്ല. എല്ലാവരും നമ്മുടെ ഈ റിസോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ തപ്പുന്നേക്കാളും ഒത്തിരി നല്ല ഇടങ്ങളാണ്. അതിവിടെ അങ്ങനെ പൈസയും കൊടുക്കണ്ട, തൊടുപുഴ ഏരിയ അങ്ങനെ ഉള്ളവരെയൊക്കെ ഇവിടെ തന്നെ വന്ന് എടുക്കുന്നതാണെ ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം തന്നെ തപ്പുക. ഇപ്പം ഞാനെടുത്തില്ലേ, നമ്മളെടുത്തില്ലേ, തൊടുപുഴ തന്നെ എത്രയോ സ്ഥലങ്ങളുണ്ട്. മട്ടുവഴി അറിയത്തില്ല. ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ട് ഇതുപോലെ സൂപ്പർ ഒരു സ്ഥലം. അത് ഞങ്ങൾ ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും അല്ലേ ഗൗരി എഴുന്നേക്കണം. ഇവനാണ് ഞങ്ങളുടെ പ്രശ്നക്കാരൻ. അപ്പൊ നമ്മൾ ഇതേ ഇങ്ങനെ പോകുവാണെങ്കിൽ കുറേ മല അടുത്തുള്ള അപ്പുറത്തെ മലയും കൂടെ കാണാം. പക്ഷെ ഞങ്ങൾ പോകുന്നില്ല.
ഇപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ മാത്രം കണ്ടിട്ട് പോവുകയാണ്. ഇതുപോലെയല്ലോ ഉറപ്പാറ വേറൊരു രീതിയല്ലേ, മരങ്ങളില്ലാതെ പാറ തന്നെ ഒരു അല്ലേ ഫുള്ള് കാണാൻ പറ്റുന്നൊരു ഏരിയ ആണ്. പക്ഷെ അവിടെ ഐതിഹ്യങ്ങൾ മറ്റേ അമ്പലമുണ്ട്, ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഭീമന്റെ കാലം. നല്ല രസമുണ്ട്. വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ കുറച്ച് ഷൂട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാവും, നല്ല ചൂടാവും. പക്ഷെ നല്ല രസമാണ്. അപ്പം ഇവിടെ തൊടുപുഴയിലൊക്കെ ഉള്ള ഓരോ ആൾക്കാർ ഇവിടെ വന്ന് പോകുക, നല്ല രസമായിരിക്കും അല്ലേ? ഉമാര് ഓരോന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങള് അതും ഇതൊക്കെ പറഞ്ഞ് സൊറ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താ പറയണ്ടേ, ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞു. ഇപ്പം എല്ലാവരും യാത്ര ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സമയമുള്ള പോലെ അതെ ഉള്ള പോലെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരെ വരുന്നുള്ളൂ. രാവിലെ വരണം. മഴയാകുമ്പോ ഭയങ്കര ഇതായിരിക്കുമല്ലോടാ. പക്ഷെ ഭയങ്കര മഞ്ഞായിരിക്കും അല്ലെ? മഴയത്ത് ഭയങ്കര മഞ്ഞും വേറൊരു അതെ അല്ലേ. പക്ഷെ വേറെ കാര്യം സൂക്ഷിക്കണം, ഈ തെറ്റിക്കിടക്കുക കൊച്ചി ഇവിടെയല്ല.